സോ വണ്ടർഫുൾ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ ടെസ്റ്റിൻ്റെ മലയാളം പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും ലൈഫിൽ അനേകായിരങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം കഴിഞ്ഞ ഏകദേശം ഒരു 8 മാസത്തോളമായി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്ന എല്ലാവരെയും. എനിവേ ആദ്യം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇപ്പം നമ്മളൊരു പ്രസൻറ്റേഷൻ തരുമെന്നായിരിക്കും. പ്രസൻറ്റേഷൻ തരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ഇത്രയും നാൾ കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് നമ്മളിപ്പോൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോജക്റ്റ് ടെസ്റ്റിൻ്റെ ഒഫീഷ്യൽ ഡൊമൈൻ ആണ് DEXAPP.UK DEXAPP.UK എന്നുള്ളതാണ് നമ്മുടെ ഡൊമൈൻ. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരെ ലൈനിൽ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലാറ്റ്ഫോം ഇൻകം ആണ്. ഈ പ്ലാറ്റ്ഫോം ഇൻകം ഇൻ ദ സെൻസ് നമുക്ക് മെയിനായിട്ട് ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്ന 4 രാജ്യങ്ങളിലാണ്. ആ 4 രാജ്യങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറൻസികളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് USD തന്നെയാണ്. നമ്മൾ ഇതുവരെ ഏകദേശം 8 മാസങ്ങൾ കൊണ്ട് 7 ലക്ഷത്തി ഒരു ചെറിയ ഇൻകം അല്ല, ഇന്ത്യൻ ഇൻകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം പറയാമെന്ന് തോന്നുന്നു. INR ഏകദേശം 7 കോടിയോളം രൂപ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഇൻകമായി വാങ്ങിച്ചു കഴിഞ്ഞു. ഇതൊരു സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ലൈവായി കാണാൻ സാധിക്കുന്നത്. ഈ പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ നിങ്ങൾ കണക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആദ്യം കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതൊരു പ്രസ്ഥാനത്തിലേക്ക് പോയി കഴിഞ്ഞാലും സെൻട്രലൈസ്ഡ് ആയിട്ടൊരു പ്രസ്ഥാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ആയിരിക്കും ചോദിക്കുക. പക്ഷെ ഇവിടെ നിങ്ങൾ കണക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ ഏതെങ്കിലും ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലേക്ക് കണക്ട് ചെയ്യൂ എന്നുള്ളതായിരിക്കും കാണിക്കുക. ലൈക്ക് മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ് ഓർ ടോക്കൺ പോക്കറ്റ്. സോ ദിസ് ഇസ് എ ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് ബേസിക്കലി. കാരണം ഇത് ക്രിപ്റ്റോയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊണ്ടും യൂസർ ഐ ഡിയും കൊണ്ടൊന്നും ആയിരിക്കരുത് ലോഗിൻ ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഗോയിങ് ത്രൂ എ ബ്ലോക്ക് ചെയിൻ. അതാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിലൂടെയാണ് ഏകദേശം 7 കോടിയോളം രൂപ USD-യിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന തുക, AED-യിലാണെന്നുണ്ടെങ്കിൽ അത്, MYR മലേഷ്യൻ റിംഗറ്റ്, അവിടെ നമുക്ക് നല്ലൊരു ബിസിനസ് ഉണ്ട്. എനിവേ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ഡീസെൻട്രലൈസ്ഡ് ആണെന്നുണ്ടെങ്കിലും നമ്മളെ ബാക്കപ്പ് ചെയ്യുന്ന ഒരു ഗെയിമിംഗ് കമ്പനി, അതിന്റെ രജിസ്ട്രേഷൻ ദുബായിലാണ്. മലേഷ്യയിൽ രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ട്, സിംഗപ്പൂരിൽ കോർപ്പറേറ്റ് ഓഫീസും ഉണ്ട്. ഇത്രയാണ് നമ്മൾ പ്രോജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന USD-യിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ $2-3 ഇപ്പോൾ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വിഡ്രോ ചെയ്യുന്ന ഡോളർ അവിടെ ലൈവായിട്ട് അപ്പോൾ തന്നെ അവിടെ ലൈവ് മീറ്ററിൽ കാണിക്കുമെന്ന് പറയുന്നതാണ് ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് ബ്ലോക്ക് ചെയിനിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. അടുത്ത താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ICO വെബ്സൈറ്റ് ലൈവ് ആണെന്നുള്ളതും ആ ICO വെബ്സൈറ്റിനകത്ത് നമുക്ക് എന്തൊക്കെ പുതിയ കാര്യങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് അടുത്തത് തന്നെ നമുക്ക് കാണുന്നുണ്ട്. സോ ഇതാണ് പുതിയൊരു ചേഞ്ച് നമുക്കുണ്ടായിരിക്കുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ സൂചിപ്പിക്കാം. ഒപ്പം ടെസ്റ്റേഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്. നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോജക്റ്റിനെ കുറിച്ചാണ് നിങ്ങൾ കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രോജക്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ടെസ്റ്റേഴ്സ് എന്നാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത്. വരാൻ പോകുന്ന ഒരു മെറ്റാവേഴ്സ് വേൾഡിനെയാണ് ടെസ്റ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏകദേശം ഒരു 5 മുതൽ 6 വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ജനങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും വെളിയിലേക്ക് വരാൻ വേണ്ടി പോകുന്നില്ല. അവർ എൻറ്റയർലി ഡിജിറ്റൽ വേൾഡിലായിരിക്കും സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പുറത്തോട്ട് ഇറങ്ങാതെ തന്നെ ഫിസിക്കൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ടാവും. ആ പേര് നമ്മള് അതിലായിരിക്കും നമ്മൾ അറിയപ്പെടുക. നമുക്കൊരു ഡിജിറ്റൽ അവതാറൊക്കെ ഉണ്ടാവും. അതുവഴിയായിരിക്കും അത്. അങ്ങനെ ഒരു ലോകമാണ് ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ സ്റ്റോറിയൊക്കെ നമുക്ക് ഈ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് കാണാം. എനിവേ ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഈ പ്രോജക്റ്റ് ടെസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഇപ്പം ഒരു ടോക്കൺ ഉണ്ട്. അത് കറൻസി അല്ലെങ്കിൽ അതിന് ടെസ് എന്ന് പറയാം. അതിന്റെ എന്താണ് വാലറ്റ് അഡ്രസ്സ്, അതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ രീതിയിൽ BSC-യിൽ നിങ്ങളുടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കും. ആൻഡ് ഓൾസോ ഇതുവരെ നമ്മൾ ലോഞ്ച് ചെയ്തത് കറൻസികൾ ലോഞ്ച് ചെയ്യുന്നത് വലിയ കാര്യമൊന്നും ആണെന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല എനിവേ. പക്ഷെ കറൻസിയെ അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള യൂട്ടിലിറ്റി ബാക്ക്ഡ് ആയിട്ടുള്ള ഗെയിംസുകൾ ഉണ്ടാവുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അത് ഉണ്ടായിരുന്നു. എനിവേ ഇപ്പോൾ പുതിയ പുതിയ പ്രോജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് പെപ്പെ കുബേര, ഒരു ടെലിഗ്രാം ടാപ്പിംഗ് ഗെയിമാണ്, ഹാംസ്റ്റർ കോമ്പാറ്റ് പോലെ. അത് ലൈവ് ആണ്. എൻറ്റയർലി ഫോക്കസ്ഡ് ഓൺ എൻറ്റയർ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി, ഗ്ലോബൽ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി. ആൻഡ് ടെസ്റ്റ് ജാക്ക്പോട്ട്, ഇറ്റ്സ് എ ഗ്ലോബൽ ജാക്ക്പോട്ട്. അതിന്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ടെസ്റ്റ് ബേസ്റ്റ് എന്നൊരു കാണാം. ഈ കാൻഡി ക്രഷ് പോലത്തെ ഒരു ടെസ്റ്റ് ക്രഷ് എന്ന് പറഞ്ഞൊരു ഗെയിം, അങ്ങനെ ധാരാളം കാര്യങ്ങൾ. ഇനി അതിന്റെ താഴേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോം മീറ്റർ വലുതായി വരുന്നു. അതിനകത്ത് നമുക്ക് എത്ര ഡിസ്ട്രിബ്യൂഷൻ ഇൻകം വാങ്ങിച്ചതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ വാങ്ങിയ ഇൻകം, വരുമാനം തന്നെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ ബിഗ് തിങ്.
ഓക്കെ, ലൈക്ക് എല്ലാവരും അങ്ങോട്ട് വാങ്ങിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പ്ലാറ്റ്ഫോമിൽ കൊടുത്ത കാര്യത്തിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്പെറൻസിയുടെ ഭാഗമാണ്. ഒപ്പം നമ്മുടെ കംപ്ലീറ്റ് റോഡ് മാപ്പ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തതയോടുകൂടി കാണാം. 2025 ഏപ്രിൽ 5-ാം തീയതിയാണ് പ്രോജക്റ്റിന്റെ സോഫ്റ്റ് ലോഞ്ച് നടന്നത്. അതിനുശേഷം ഏകദേശം 8 മാസത്തിലേക്കും 1 വർഷത്തിലേക്കും നമ്മുടെ പ്രോജക്റ്റ് കടക്കുകയാണ്. ബിക്കോസ് നമ്മുടെ പ്രോജക്റ്റ് 5 വർഷത്തേക്കുള്ള റോഡ് മാപ്പാണ് ആക്ച്വലി സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയ വലിപ്പം എന്നുള്ളതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ഇത് നമ്മുടെ ടെസ്റ്റ് ജാക്ക്പോട്ടിന്റെ ലൈവ് സൈറ്റ് ആണ്, ലൈവാണ്. ഡെയിലി അതിനകത്തും വീക്ക്ലി ആയിട്ട് നമുക്ക് നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് മൂലം കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡീസെൻട്രലൈസ്ഡ് ജാക്ക്പോട്ട് നമുക്ക് പ്ലേ ആൻഡ് വിന്നിലൂടെ നമുക്ക് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും. അതൊരു വലിയ രീതിയിലുള്ളൊരു രീതിയിലേക്ക് നമുക്ക് എത്തിക്കഴിഞ്ഞു. ആൻഡ് ഓൾസോ ഫോളോഡ് ബൈ ടെസ്റ്റ്വേഴ്സ്. എന്താണ് ടെസ്റ്റ്വേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു മെറ്റാവേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. ആ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഒരു കറൻസിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ഏകദേശം 4-5 വർഷത്തിന്റെ ഒരു കണക്ക്, ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ പല കറൻസികളും അവരുടെ ICO ഇനിഷ്യൽ കോയിൻ ഓഫർ ചെയ്തിട്ടില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ വെയർ നോട്ട് കംപ്ലീറ്റ്ലി ബാക്ക്ഡ് അപ്പ് ബൈ എ പ്രോജക്റ്റ് എന്നുള്ളത് കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 100% യൂട്ടിലിറ്റി ബാക്ക്ഡ് ആയ ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ICO റൺ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിനുശേഷം IEO ഉണ്ടാവും, എക്സ്ചേഞ്ച് ഓഫറും ഉണ്ടാവും. അങ്ങനെ ഇപ്പം എല്ലാവർക്കും തന്നെ നമുക്ക് ടെസ്റ്റ് ഇതിലൂടെ കണക്ട് ചെയ്ത് ഒരു ചെറിയ വിലയിൽ നമുക്ക് കരസ്ഥമാക്കാം. ഇത്രയും ഒരു പെക്യുലർ നമ്പർ നമ്മൾ ടെസ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വില കുറച്ച് ഉയരും. പിന്നെ കുറച്ച് ഉയർന്ന വിലയിൽ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അതും പോയി കഴിഞ്ഞാൽ, പർച്ചേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കുറച്ചുകൂടെ വലിയ വിലയിലേക്ക് അത് മാറുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ രീതി എന്ന് പറയുന്നത്. ഇതൊരു 100% ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ആണെന്നുള്ളതും സ്മാർട്ട് കോൺട്രാക്ട് ഓഡിറ്റഡ് ആണെന്നുള്ളതും, മെറ്റാ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിലെ ലോകം എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ഫിനാൻസിന്റെ ലോകമാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മെറ്റാ 5 എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ടോക്കൺ സെയില്, ടോക്കണിന്റെ ഡിസ്ട്രിബ്യൂഷൻ, സ്മാർട്ട് കോൺട്രാക്ടിന്റെ വെരിഫൈഡ് അഡ്രസ്, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാം. ഒപ്പം ഇത് പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ടീം സ്വാഭാവികമായിട്ടും ഇൻ ഈച്ച് ആൻഡ് എവരി ക്രിപ്റ്റോ പ്രോജക്റ്റ് പ്രോഗ്രാമേഴ്സ് അറിയപ്പെടുന്നത് അവരുടേതായ ഒരു നിക് നെയിമിലായിരിക്കും. ആ നിക് നെയിം നമുക്കിവിടെ കാണാം. ഇതൊക്കെ റിയൽ വേൾഡിലുള്ള ആൾക്കാർ തന്നെയാണ്. ഈ ഓരോ പേരും എന്ന് പറയുന്നത് അവരുടെ പ്രോഗ്രാമിംഗ് നെയിമാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിക് നെയിമാണ്, അവതാർ നെയിമാണ്. ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആസ് ഓഫ് നൗ നമുക്ക് 9 പേരടങ്ങുന്ന ഒരു മെയിൻ ടീമാണ് ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് പ്രോജക്ട് ടെസ്റ്റ്വേഴ്സ്. ആൻഡ് ഈ ടെസ്റ്റ്വേഴ്സിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ടെസ് എന്ന് പറയുന്ന കോയിൻ വാങ്ങിച്ച്, തീർച്ചയായിട്ടും പറയും DYOR എന്ന DYOR ഓൺ റിസർച്ച്, ഞാൻ ഈ പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസേ അല്ല. ഇത് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ഐഡിയ തരിക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ടെസ്റ്റ്വേഴ്സിന്റെ ടെസ്റ്റ് കോയിൻ നമുക്ക് എന്ത് ചെയ്യാം, ICOയിലൂടെ ഇപ്പൊ കരസ്ഥമാക്കാം. 2014 എത്തേറിയം എന്ന് പറയുന്ന കറൻസി $0.17 കരസ്ഥമാക്കിയ ആൾക്കാർ ഏകദേശം 1.5 വർഷം കൊണ്ട് $654 വിലയിലാണ് അവർക്ക് അത് വിൽക്കാൻ സാധിച്ചത്. അതൊരു സക്സസ്ഫുൾ മോഡലായിരുന്നു. അങ്ങനെയുള്ള ഒരു സക്സസ്ഫുൾ മോഡലിനെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. എനിവേ, പ്രോജക്റ്റ് ടെസ്റ്റ്വേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി എങ്ങനെ ഇത് ഉപകാരപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് സിസ്റ്റം ഇതിന്റെ ഭാഗമായി റൺ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ മാറ്റാം. ഇതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിലാണ് എനിക്ക് എന്ത് ഗുണം കിട്ടും എന്നുള്ള ഒരു ക്വസ്റ്റ്യനുള്ള ഉത്തരം തീർച്ചയായിട്ടും നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ദാറ്റ് ആൻസർ ഈസ് വെരി സിമ്പിൾ. നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, ഈ ഒരു സിസ്റ്റത്തിന്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ 0.7 മുതൽ 1.2% ഡെയിലി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഏകദേശം 7 മാസത്തോളമായി എല്ലാ ദിവസവും $1 $2 കൊടുക്കുന്നു, അല്ലെങ്കിൽ 1% കൊടുക്കുന്നു എന്നൊന്നും ഇവിടെ പറയില്ല. കാരണം അത് ഇവിടുന്ന് മേടിച്ച് അവിടെ കൊടുക്കുന്ന അങ്ങനത്തെ സിസ്റ്റംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടല്ലാത്തത് കൊണ്ടാണ് ഇറ്റ് വേരീസ്. 0.7 to 1.2% ഡെയിലി വേരി ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഓക്കെ, കഴിഞ്ഞ ഏകദേശം 7 മാസത്തോളമായി 15% മുകളിൽ കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ വലിയൊരു വിജയമാണ്. അതിനുവേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള AI ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിനെ നമ്മൾ ഉപയോഗിക്കുക, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വരുമാനം കൊടുക്കാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന 4 തരത്തിലുള്ള പ്രോജക്റ്റുകളാണ്.
ആ പ്രോജക്റ്റുകളിൽ ഒന്നാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഫോറക്സ് ട്രേഡിംഗ് തന്നെയാണ്. ഈ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാ മാസവും 20% 50% കൊടുക്കുന്ന ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ചായിരിക്കും നിങ്ങൾ കേട്ടിട്ടുള്ളതുണ്ടെങ്കിൽ ഇൻ റിയാലിറ്റി അത് പോസിബിൾ അല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ട്രേഡിങ്ങിൽ ഓഫ് കോഴ്സ് നഷ്ടമുണ്ടാകും എന്നുള്ളത് റിയാലിറ്റി തന്നെയാണ്. പക്ഷേ നമ്മളുടെ ഈ AI പ്ലാറ്റ്ഫോമിലൂടെ നഷ്ടം കുറയ്ക്കാൻ നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താണ്? ഗ്രോക്ക് എന്ന് പറയുന്ന ഒരു AI പ്ലാറ്റ്ഫോം നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മനുഷ്യനിരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പല പ്രശ്നങ്ങളും, ലൈക്ക് നൈറ്റിൽ ഉറക്കം പോവുക, ഇമോഷൻസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഫോമോ മിസ് ഔട്ട് ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാകും. ഇങ്ങനത്തെ ധാരാളം ഇഷ്യൂസ് റിസ്ക് മാനേജ്മെന്റിനകത്ത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഫോറക്സ് ട്രേഡിംഗ് നമ്മൾ അതിഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നത്. 2 വർഷത്തോളമായി നമ്മുടെ ദുബായ് ബേസ്ഡ് സിസ്റ്റം നമുക്ക് ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. സോ അത് നമ്മളെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നു. എങ്കിൽ പോലും ഈ ഒരു കാര്യം കൊണ്ട് മാത്രം ഒരു പക്ഷേ ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിക്ക് വലിയൊരു ഇൻകം നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ഒരു കാര്യം കൂടി നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഒരു കറൻസിനെ ഡെവലപ്പ് ചെയ്യുക, ആ കറൻസിക്ക് വെച്ചിട്ട് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. മറ്റെല്ലാ പ്രോജക്റ്റിൽ നിന്നും വിഭിന്നമായി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഏറ്റവും ക്ലാരിറ്റി ഉള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റെല്ലാ പ്രോജക്റ്റുകളിലും നിങ്ങളോട് ഇപ്പോൾ പറയാൻ പോകുന്നത് വളരെ സിമ്പിളായി, ഒരുപക്ഷെ പല പ്രോജക്റ്റുകളിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ തോന്നിക്കാണും, ഇപ്പൊ പറയും നാട്ടുകാരുടെ നിന്ന് കാശ് മേടിച്ച് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. 101% ഐ എം ടെല്ലിങ് യു, നാട്ടുകാരുടെ കാശ് വാങ്ങി ടെസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ പറയുന്നേ ഇല്ല. കാരണം കമ്മ്യൂണിറ്റി മാർക്കറ്റിങ്ങിലൂടെ മാത്രം ഡെവലപ്പ് ചെയ്തു വന്ന ഒരു ക്രിപ്റ്റോ കറൻസി ലോകത്തില്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അത് നമ്മൾ എത്രമാത്രം അല്ല എന്ന് പറഞ്ഞാലും അതൊരു കള്ളമായി നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ അങ്ങനെ ഒരു റിയാലിറ്റി അല്ലാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വ്യത്യസ്തരാകുന്നത്. ആ വ്യത്യസ്തത എന്ന് പറയുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എന്ത് ചെയ്യാണ്, ടെസ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ദാറ്റ് ഇസ് ആൻ ഇൻഡിപെൻഡന്റ് തിങ്. ആദ്യം കടന്നു വന്ന നിങ്ങൾക്ക് കുറെ കറൻസികൾ ഒരുപക്ഷെ ഫ്രീ ആയി കിട്ടുന്നുണ്ടാവാം. അതും വെറുതെ വാല്യൂ ഇല്ലാത്തൊരു കറൻസി എല്ലാവർക്കും ഫ്രീ ആയി കൊടുക്കുന്നില്ല. അതെങ്ങനെയാ കൊടുക്കുന്നുള്ളത് നമ്മൾ പറയാം. എനിവേ, ലോകത്തിലെ എല്ലാ വാല്യൂ ഉള്ള കറൻസിയും ഡെവലപ്പ് ചെയ്ത് വന്നതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ആ രീതിയാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അത് ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് മുതൽ, അതിലൂടെ ICO മുതൽ, അത് ഒരു ഓഡിറ്റ് ചെയ്ത സ്മാർട്ട് കോൺട്രാക്ട് ആണോ എന്നുള്ളത് മുതൽ, ഇത് എന്തിനെങ്കിലും വേണ്ടി ഉപയോഗിക്കുന്നോ എന്ന് പഠിച്ച് മനസ്സിലാക്കി സ്വന്തം റിസർച്ചിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കോടിക്കണക്കിന് വരുന്ന ലോകത്തിലെ ഗ്ലോബൽ മാർക്കറ്റിലുള്ള ആൾക്കാരിലേക്കാണ് ഈ ടെസ് എന്ന് പറയുന്ന കറൻസി എത്തുന്നത്. അല്ലാതെ നമ്മളിലേക്ക് മാത്രമല്ല, നമ്മളുടേതായ 4000-5000 പേരുടെ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിലേക്ക് അല്ല ഇത് എത്തുന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇത് അവരിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടി ഒരു ഓർഗാനിക് ടൈം എടുക്കും. ആ ഓർഗാനിക് ടൈമിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ എല്ലാ മേഖലയും ഒരു മാസം കൊണ്ട് ഉണ്ടായി വന്നതല്ല. അതിന് മേബി 1 വർഷം എടുത്തേക്കാം, 1.5 വർഷം എടുത്തേക്കാം. അതിനുവേണ്ടി PR ഉണ്ട്, ധാരാളം കാര്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറഞ്ഞാൽ ഈ കറൻസി എന്തിനെങ്കിലും വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഞാൻ നേരത്തെ നിങ്ങളിലേക്ക് ലൈവായി കാണിച്ചു കഴിഞ്ഞു. ധാരാളം ഗെയിമുകൾ, നമ്മളുടെ ഡീസെൻട്രലൈസ്ഡ് ജാക്ക്പോട്ട്, നമ്മുടെ ICO, ഇതെല്ലാം ഈ കറൻസിക്ക് ഒരു സപ്പോർട്ടിങ് ആയിട്ടുള്ള യൂട്ടിലിറ്റിയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല ഭാഷകളിൽ ഇത് എത്തിച്ചേരുമ്പോഴത്തേക്കും ജനങ്ങൾ ഇതിലേക്ക് ശ്രദ്ധിക്കും. അങ്ങനെ വരുന്ന ആൾക്കാർ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ICOയിൽ അവരിതിന്റെ ഭാഗമായി മാറിയതിനു ശേഷം അവരെന്ത് ചെയ്യും, ഗെയിമുകൾ കളിക്കുമ്പോൾ അതിനകത്ത് ഏൺ ചെയ്യാൻ സാധിക്കും. P2E എന്ന് പറയും. അങ്ങനെ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. പിന്നെ ധാരാളം കോളേജുകളിൽ ഗെയിമും ഹാക്കത്തോൺസ് നടക്കും. ഇങ്ങനെ ധാരാളം പ്രോജക്റ്റുകളിലേക്ക് ഇത് നമ്മൾ കണക്ട് ചെയ്യും. ഇൻ ഫ്യൂച്ചർ ഉടനെ തന്നെ ഒരു e-commerce സൈറ്റിലെ കംപ്ലീറ്റ് കാര്യങ്ങളും ടെസ് എന്ന് പറയുന്ന കറൻസി കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ഈ സ്റ്റേക്കിംഗ് ഉണ്ടാവും, NFT ഉണ്ടാവും, മെറ്റാവേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കറൻസി അവിടെ ആൾക്കാർ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ ഇതിന്റെ വില കൂടുകയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു കറൻസി ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിലെ ഗ്ലോബൽ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി, സോ കോൾഡ് ഗ്ലോബൽ കമ്മ്യൂണിറ്റി, ഇത് എന്താണെന്ന് മനസ്സിലാക്കി വരാനുള്ളൊരു സമയത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇത് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പർച്ചേസുകൾ നടക്കും സ്വാഭാവികമായിട്ടും. ഉദാഹരണത്തിന് 10 പൈസക്കുള്ള ഒരു കറൻസിയാണ്, അത് 1 രൂപയാവുമ്പോൾ, ഞാൻ അത് ജസ്റ്റ് ഒരു ഉദാഹരണമാണ് പറയുന്നത്.
അങ്ങനെ എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ഒരു മോണിറ്റൈസേഷൻ, അവിടുന്ന് ഒരു റവന്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ക്രിയേറ്റ് ചെയ്യുന്ന റവന്യൂവിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ 0.7 to 1% നമുക്ക് തരാൻ സാധിക്കും. അതാണ് ഈ ഒരു രണ്ടാമത്തെ വഴിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ മൂന്നാമത്തെ രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെസ് എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് പ്ലാറ്റ്ഫോം ആണ്. ഈ പ്ലാറ്റ്ഫോം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കയ്യിൽ എന്ത് കറൻസി ആയിക്കോട്ടെ, ഈ കാണുന്ന USDT ആയിക്കോട്ടെ, എത്തേറിയം ആയിക്കോട്ടെ, BTC ആയിക്കോട്ടെ, BNB ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളൊരു വാലറ്റ്, ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്യുന്നു. ഒരു വിസ കാർഡിലോ മാസ്റ്റർ കാർഡിലോ അതിനെ നിങ്ങൾ കണക്ട് ചെയ്യുന്നു. നിങ്ങളുടെ വാലറ്റിനെ സർക്കാരിന് കൊടുക്കേണ്ട 100% എത്രയാണോ ടാക്സ് കൊടുക്കേണ്ടത് ആ ടാക്സ് കൊടുത്തതിന് ശേഷം അതാത് രാജ്യത്തെ ഫിയറ്റ് കറൻസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ രൂപ പോലെ അതാത് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന കറൻസിയാണ് ഫിയറ്റ് കറൻസി എന്ന് പറയുന്നത്. അതിലേക്ക് ഇത് മാറുന്നു. അങ്ങനെ മാറുമ്പോൾ എന്ത് സംഭവിക്കും, വളരെ സിമ്പിളായി ട്രാൻസാക്ഷൻസ് നടക്കുകയും ഈ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന കറൻസി ടെസ്സായി മാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ടെസ് എന്ന് പറയുന്ന കറൻസിക്ക് വീണ്ടും ട്രാക്ഷൻ കിട്ടുകയാണ്. അങ്ങനെ ഈ പ്രോജക്റ്റുകളെല്ലാം എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മളെ ടെസ് എന്ന് പറയുന്ന കറൻസിനെ വളർത്താനും ടെസ്വേഴ്സ് എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ സിസ്റ്റത്തിലേക്ക് ഇതിനെ എത്തിക്കാനും. നാലാമത്, സ്വാഭാവികമായിട്ടും ഇന്നൊരു പക്ഷേ ആദ്യമായി ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം തീർച്ചയായിട്ടും ഉണ്ടാവും. എന്താണെന്നറിയാമോ, വളരെ സിമ്പിളാണ്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവില്ല. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അതിനു വേണ്ടിയും നമുക്കിവിടെ സിസ്റ്റം ഉണ്ട്. ഇതെന്താണെന്ന് വളരെ ബേസ് ലെവൽ മുതൽ പഠിക്കാനും പിന്നെ ഇതിൻ്റെ വളരെ കോംപ്ലക്സ് ലെവലുള്ള കാര്യങ്ങൾ പഠിക്കാനും പറ്റുന്ന ധാരാളം കോഴ്സുകൾ നമ്മൾ ആദ്യം ഡെമോ ആയി നമ്മൾ അവതരിപ്പിക്കുന്നു. ഈ ഡെമോ ആയി നമ്മൾ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇതിൽ ഇഷ്ടപ്പെടുകയും അവർ സ്വാഭാവികമായും കുറച്ച് നാളുകൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു, അവരത് കൂടുതൽ പഠിക്കാൻ വേണ്ടി അതിന് ഇൻവെസ്റ്റ് ചെയ്യും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖല തന്നെയാണ് തീർച്ചയായിട്ടും. ആ മേഖലയിലേക്ക് നമ്മൾ കടക്കുന്നു, ലേണിങ്ങിലേക്ക് കടക്കുന്നു. അതിനാണ് നമ്മുടെ Web3 ലേണിംഗ് അക്കാഡമി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ 4 മേഖലകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ മോണിറ്റൈസേഷൻ സ്ട്രാറ്റജിയിലേക്ക് നമ്മളുടെ ആൾക്കാർക്ക് ഇൻകം എത്തിച്ചു കൊടുക്കാൻ നമ്മളെ സഹായിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും, ആദ്യം ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ പാക്കേജുകൾ സ്റ്റാർട്ട്സ് ഫ്രം $100 to $10,000. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് അന്ന് ഏതെടുത്താലും അതിൻ്റെ റിലേറ്റഡ് ആയി അതാത് ദിവസത്തെ TP ട്രേഡ് പ്രോഫിറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അങ്ങനെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം 100 ഇട്ടാൽ 200 വരെ ഇത് തനിയെ പോകും. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അടുത്തത് പർച്ചേസ് ചെയ്ത് ഇത് സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോകാം. ഇനി ഇല്ല, എനിക്ക് വളരെ ചെറിയതേ എനിക്ക് ഇടാൻ സാധ്യതയുള്ളൂ, 10,000 ഒന്നും ഇടാനുള്ള കപ്പാസിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മാർഗമുണ്ട്. ദിസ് ഈസ് കോൾഡ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇന്ന് ലോകത്തുള്ള എല്ലാവരും വളരെ സക്സസ്ഫുൾ ആയി ഒരു നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ അടുത്തൊരാളെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇൻവൈറ്റ് ചെയ്യാം, നിങ്ങൾക്ക് 100-ൽ നിന്ന് 10,000-ലേക്ക് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ സംഭവിക്കുന്നത് നോക്കുക, ലെവൽ 1 നിങ്ങൾ ആദ്യം ഒരാളെ കൊണ്ടുവരുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ $100 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ലെവൽ 1-ലേക്ക് ഒരു $1,000 ഒരാളെ കൊണ്ടുവന്നു. അയാൾക്ക് എന്ത് കിട്ടും, ഏകദേശമാണ് ഞാൻ പറയുന്നത്, $10 അയാൾക്ക് കിട്ടുന്നല്ലോ, കിട്ടും. അതിനകത്തുനിന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് വരുന്ന ഒരു ഇൻകം ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് റഫറൽ ഇൻകം. 10% സ്പോട്ടായി റഫറൽ ഇൻകം നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. 1000 ആണെന്നുണ്ടെങ്കിൽ 100 നമുക്ക് കിട്ടുന്നു. മിച്ചമുള്ളത് അവിടെ കാണാം 15%. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കിട്ടേണ്ടത് എത്രയാണ്, 10 ആണെങ്കിൽ അതിൻ്റെ ഏകദേശം 15% എന്ന് പറഞ്ഞാൽ 1.5 ആണ്. ഈ 1.5 നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്നു. എന്തുകൊണ്ട്, നമ്മൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തു എന്നൊരൊറ്റ കാരണം കൊണ്ട്. ഇങ്ങനെ ഫസ്റ്റ് ലെവൽ ആണെങ്കിൽ ഡയറക്റ്റ് റെഫറൽ 10%, ഓരോ ദിവസവും ഏകദേശം 15%, അതായത് ഇൻ ടോട്ടൽ അക്യുമുലേറ്റീവായി 15% ലോങ് ടൈമിൽ നമുക്ക് കിട്ടാൻ ഉള്ള ഒരു ചാൻസ് ഈ ഇൻകത്തിലൂടെ നമുക്ക് കിട്ടുകയാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അവര് വഴി അടുത്ത ലെവലിലേക്ക് ഈ ബിസിനസ് വരുമ്പോഴത്തേക്കും അവിടെ സംഭവിക്കുന്നത് ആ ലെവലിൽ നമുക്ക് 10% ഇൻകം കിട്ടുന്നു എന്നുള്ളതാണ്. ഈ D1 എന്ന് പറയുന്നത് ഒന്നാമത്തെ ലെവലിൽ ഒരു ഇൻകം കിട്ടണോ, ഫസ്റ്റ് ലെവലിലുള്ള ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു റെഫറൽ ഉണ്ടാവണമെന്നുള്ളതാണ്. 2 ലെവലിൽ നമുക്ക് ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ 2 റെഫറൽ ഉണ്ടാവണമെന്നുള്ളതാണ്. അങ്ങനെ ലെവൽ 3, അങ്ങനെ 40 ലെവലുകളിൽ നിന്ന് വരെ നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. അതിന് 12 ഡയറക്റ്റ് റെഫറലുകൾ നമുക്ക് ഉണ്ടാവണം, അത്രയാണ് പറയുന്നത്. അതാണ് വളരെ സിമ്പിളായി പറഞ്ഞിരിക്കുന്നത്. ഈ പ്ലാന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും കേട്ട് പഴകിച്ച 2 ലെഗിൽ പോകുന്ന ആ ഒരു സിസ്റ്റത്തിനകത്ത് റെഫറലോ മാച്ചിങ്ങോ അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ മാച്ചിങ് ഇൻകം എന്ന് പറയുന്നൊരു സംഭവമില്ല. എങ്കിൽ പോലും ഡുവൽ ലൈനിലൂടെ ഇത് ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ സോ കോൾഡ് പഴയ ബൈനറി പ്ലാനിലെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പക്ഷേ മോളിൽ നമ്മളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന്റെ ഒരു ഓഹരി അദ്ദേഹത്തിലൂടെ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ ലെവൽ ഇൻകത്തിൽ എപ്പോഴും ഇൻകം കൂടുതലായിരിക്കും. അപ്പൊ ലോകത്തിൽ ആദ്യമായി ഇതിന്റെ രണ്ടിന്റെയും ഗുണം ഒരുമിച്ച് ഒരേ സ്ഥലത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ടെസ് എന്ന് പറയുന്ന പ്ലാന്റെ ഏറ്റവും വലിയ ഗുണം. അപ്പൊ എന്ത് സംഭവിക്കുകയാണ്? ലെവൽ ഇൻകത്തിൻ്റെതായ ഇൻകത്തിന്റെ കൂടുതലും ഒപ്പം ടു ലൈനിലൂടെ ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തി നമ്മളെ സപ്പോർട്ട് ചെയ്യും. അവർ വഴി നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ബിൽഡായി പോകും. മറ്റൊരു ഓർഗനൈസേഷൻ നമ്മൾ ബിൽഡ് ആകുമ്പോഴത്തേക്കും ഓരോ റാങ്കിലും നമുക്ക് ഇൻകം കൂടുതൽ കിട്ടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ഇൻകം കൂടുതൽ കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ റാങ്ക് അച്ചീവ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. റൂബി എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് റാങ്ക്. ഒരു പ്രോഗ്രാമിലേക്കുള്ള ഒഫീഷ്യൽ എൻട്രി അതാണ്. സിൽവർ മുതൽ പേൾ മുതൽ പ്ലാറ്റിനം ഓരോ റാങ്കിലും 100, 200 കാർ ഫണ്ട്, അങ്ങനെ ഓരോ റാങ്കിലും വൺ ടൈമായി അച്ചീവ്മെന്റ് നമുക്ക് ഇൻകം ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരിക്കൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ഇൻകം കിട്ടും. ഒപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മറ്റൊരു കാര്യമുണ്ട്, കണ്ടിന്യൂസ് ആയി തുടർച്ചയായുള്ള ഇൻകം. അതും ഇവിടെ ഉണ്ട്. അതെന്ത് ചെയ്യണം? ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നുസ്രത്ത് മേഡം വളരെ ശക്തമായ ഒരു ലീഡറാണ്. അദ്ദേഹം ഡയമണ്ട് റാങ്ക് അച്ചീവ് ചെയ്തു. ഡയമണ്ട് റാങ്കിൽ എന്ന് പറഞ്ഞാൽ $2,00,000 രണ്ട് ഓർഗനൈസേഷനിലും അച്ചീവ് ചെയ്തു. അച്ചീവ് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ $1,000 ആണ്. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം മാറുമെന്നുണ്ടെങ്കിൽ ഇവിടെ മാറുന്ന ഒരേ ഒരു കാര്യം, അത് നമ്മുടെ റിവാർഡ്സ് ആൻഡ് അവാർഡ്സ് ആണ്. അത് എന്തിനുകൊണ്ടാണ്? ഓരോ സമയത്തും മാർക്കറ്റിൽ എന്താണോ ആവശ്യം അതിനനുസരിച്ച് നമ്മളത് പുഷ് ചെയ്യുകയാണ്. ഗോൾഡിലെ സാലറി 500 ആണെങ്കിൽ ഇപ്പൊ കൊടുക്കുന്നത് 1000 ആണ് മന്ത്ലി. അങ്ങനെ ധാരാളം ആൾക്കാർ $1,000 മാസം വരുമാനം മേടിക്കുന്നു. ഡയമണ്ടിൽ $1,000 എന്ന് വെച്ചാൽ 1,00,000 കേട്ടോ. ഒരു മാസത്തെ സാലറി ഇപ്പൊ കിട്ടുന്ന $2,000 ആണ്, ഏകദേശം 2,00,000 അപ്പൊ ഇതൊരു വലിയ സപ്പോർട്ടാണ്. അങ്ങനെ ഉള്ള ധാരാളം വ്യക്തികൾ ഇന്നുണ്ട്. എല്ലാ ലീഡേഴ്സിന്റെ പേര് പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ധാരാളം വ്യക്തികൾ അവരുടെ ജീവിതത്തിലേക്ക് വലിയൊരു മാറ്റം ഈ മേഖല വഴി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിവേ, ഇപ്പൊ എല്ലാവരുടെയും ഡൗട്ട് ഇതെന്ത് തുടങ്ങി എന്നുള്ളതായിരിക്കും. തീർച്ചയായിട്ടും അത് മാത്രം നമ്മളൊന്ന് പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ ഏപ്രിൽ 5-ാം തീയതിയാണ്. ഏപ്രിൽ 5-ാം തീയതി. ഏപ്രിൽ 5-ാം തീയതി 2025 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം 2025 ജൂൺ 12-ാം തീയതി ഒരു ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്റ്റ് ആയി വൈറ്റ് പേപ്പർ നമുക്ക് കിട്ടും. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നമ്മുടെ ക്രിപ്റ്റോയും ടാപ്പിംഗ് ഗെയിമുകളും സ്റ്റാർട്ട് ചെയ്തത് 2025 ജൂലൈയിലാണ്. ആൻഡ് ഓൾസോ അത് ഫോളോഡ് ബൈ നമ്മുടെ ഇന്റർനാഷണൽ കൺവെൻഷൻ. ഏകദേശം 100ഓളം വ്യക്തികൾ തായ്ലൻഡിൽ പോയി അടിച്ചു പൊളിച്ച് പട്ടായൊക്കെ അടിച്ചു പൊളിച്ച് അവിടെ ഒരു കൺവെൻഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് വന്നിരുന്നു. അവിടെ വെച്ചാണ് നമ്മുടെ ICO ഡെവലപ്പ് ചെയ്തതും ലോഞ്ച് ആയതും. 2025 അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് ടെസ്സിനെ കൊണ്ടുവരിക എന്നുള്ളൊരു ദൗത്യമാണ്. അതിന്റെ ഭാഗമായി ടെസ് എന്ന് പറയുന്ന ഒരു ICO നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മളുടെ ഇപ്പം നിങ്ങൾ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ടോക്കൺ പോക്കറ്റും ട്രസ്റ്റ് വാലറ്റും ആണ് ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് കുറച്ച് നാളുടെ ശേഷം നമ്മളുടെ സ്വന്തം ഡെക്സിലൂടെ നിങ്ങൾക്ക് ഇതിലേക്ക് കടന്നു വരാൻ സാധിക്കും. അപ്പം മറ്റുള്ള പ്ലാറ്റ്ഫോമുകൾ നമ്മളുടെ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനുവേണ്ടി ഒരു ഗ്യാസ് ഫീ ആയി ടെസ് എന്ന് പറയുന്ന കറൻസി ഉപയോഗിക്കും. അങ്ങനെ കറൻസി ഉപയോഗിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കുകയാണ്? വീണ്ടും ട്രാക്ഷൻ കിട്ടുന്നു, വീണ്ടും യൂസേജുകൾ കൂടുന്നു. അങ്ങനെ 2026 സെപ്റ്റംബറിലേക്ക് നമ്മുടെ ടെസ്സിന്റെ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിന്റെ സോഫ്റ്റ് ലോഞ്ച് നടക്കുന്നു. 2027 ജനുവരിയിൽ ടെസ്സിന്റെ പേയ്മെന്റ് പ്ലാറ്റ്ഫോം ഫുൾ ലോഞ്ച് നടക്കുകയാണ്. 2027 ഏപ്രിൽ നമ്മളുടെ മെറ്റാവേഴ്സ് വീഡിയോ കോൺഫറൻസിങ് പ്ലാറ്റ്ഫോം ലോഞ്ച് ആവും. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അവിടെ സംഭവിക്കുന്നത് നമ്മൾ തൊട്ടടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലെ ഒരു വെർച്വൽ ഹെഡ്സെറ്റിലൂടെ, വെർച്വൽ ഹാൻഡ്സെറ്റിലൂടെ, ഈവൻ ടച്ച് പോലും ഫീൽ ചെയ്യാൻ പറ്റുന്നത് പോലൊരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിന്റെ ഡെവലപ്മെന്റ് കോസ്റ്റ് മാത്രം ഉദ്ദേശിക്കുന്നത് ഏകദേശം $22 ലക്ഷം. ഇങ്ങനെ 5 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2030 ജനുവരിയിൽ ടസ് എന്ന് പറയുന്ന ഈ കോയിൻ 5ഓളം ടോപ്പ് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. വളരെ പ്രൗഡായി 5 വർഷം ഈ പ്ലാറ്റ്ഫോം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് ഈ 5 വർഷം റൺ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഈ പ്ലാറ്റ്ഫോമിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്ലാറ്റ്ഫോം സസ്റ്റെയിൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഇൻകം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഈ 5 വർഷത്തിനേക്കാൾ ഉപരി നിങ്ങളുടെ കൂടെ 5 വർഷമോ 6 വർഷമോ 7 വർഷമോ ആയിക്കോട്ടെ, അല്ല 2 വർഷം ആയിക്കോട്ടെ, 3 വർഷം ആയിക്കോട്ടെ, നിങ്ങൾ കൊണ്ടുവരുന്ന അവസാനത്തെ വ്യക്തിക്കും $100 ഇട്ടാൽ $200 കിട്ടുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മളുടെ ഈ
എല്ലാ പറയുന്ന പ്രോജക്റ്റുകളും ഇൻഡിപെൻഡൻ്റ് ആയി സസ്റ്റെയിൻ ചെയ്യുമ്പം ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും അവർക്ക് ഇപ്പൊ തന്നെ $1000 ഈ സിസ്റ്റത്തിൽ നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മുടക്കുന്ന ആൾക്കാർക്ക് കോയിൻ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അവർക്ക് മാത്രമേ ഫ്രീ കൊടുക്കുന്നുള്ളൂ. അതിന്റെ വളരെ സിമ്പിളായി പറഞ്ഞു തരാം. ഒരു സംഭവം ഫ്രീ ആയി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വാല്യൂ ഉറപ്പായും കൂടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഫ്രീ കൊടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഫ്രീ ആയിട്ടൊരു സംഭവം കൊടുക്കുന്നുണ്ടെങ്കിൽ നാളെ അതിന് വില കൂടുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും അത് ഫ്രീ ആയിട്ട് കൊടുക്കുമോ? ജസ്റ്റ് നിങ്ങൾ ലോജിക്കലി ചിന്തിച്ച് നോക്കാൻ മനസ്സിലാവും ഇവിടെ ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. അതാണ് ഇതിന്റെ പ്രത്യേക കാരണം. ഇത് വില കൂടും എന്നുള്ള കാര്യത്തിനകത്ത് 100% ഉറപ്പുള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനൊരു സിസ്റ്റം ദ ലാസ്റ്റ് പേഴ്സൺ ഏത് വ്യക്തി വന്നാലും അവർക്കൂടെ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം നിർത്തൂ. ആ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം നിർത്തുമ്പോഴത്തേക്ക് ഈ പ്രോജക്റ്റ് ഇൻഡിപെൻഡന്റ് ആയി സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും ആദ്യകാലത്ത് കടന്നു വരുന്നവരുടെ എല്ലാവരുടെയും കയ്യിൽ ടെസ്റ്റ് എന്ന് പറയുന്ന കറൻസി ഉണ്ടാവും. അതിനൊരു വലിയ പ്രൈസിലേക്ക് അത് എത്തിയിട്ടുണ്ടാവും. ലൈഫിൽ നിങ്ങൾ സെറ്റിൽ ആയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് പ്രോജക്ട് ടെസ്റ്റ് ആൻഡ് ടെസ്റ്റ്വേഴ്സ്. ലൈഫിലെ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രോജക്റ്റ് നിങ്ങളെ 100% ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി നമ്മൾ ഇന്ന് ഈ പ്രോജക്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം 12 മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ 100 എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിയത്. നമുക്കത് 250 300 നമ്മൾ എത്താൻ പോവാണ്. നമ്മൾ ഇന്ന് ഓട്ടോമാറ്റിക്കലി 100 പേരുടെ പ്രോഗ്രാമായിട്ടാണ് നടത്തിയത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കടന്നു വരിക എന്നുള്ളതല്ല, ഈ പ്രോജക്റ്റ് ആവശ്യമുള്ളവർ മാത്രം കടന്നു വരിക എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ 200 കേൾക്കും. ഈ 200 പേരിലേക്ക് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ അടുത്ത ലെവലിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകും. അങ്ങനെ ലോകം മുഴുവൻ പ്രോജക്ട് ടെസ്റ്റ് വ്യാപിക്കും. അതിന് നിങ്ങളെല്ലാവരുമാണ് ഇതിന്റെ പില്ലേഴ്സ്, നിങ്ങളെല്ലാവരുമാണ് ഇതിന്റെ ഫൗണ്ടേഴ്സ്, നിങ്ങളെല്ലാവരുമാണ് ഇതിന്റെ എല്ലാം. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. വിഷ് യു ഓൾ മൈറ്റി. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു.